നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് ചായ ഒന്നും വേണ്ട. അമ്മ ഇങ്ങോട്ടൊന്ന് വരുവോ? വേഗം വാ. എന്താടി അമ്മ ഇതൊന്ന് നോക്കിയേ. ഇത് എന്റെ മോനാണല്ലോ. എത്ര സുന്ദരനാ എന്റെ മോൻ. സിനിമാ നടനെ പോലെയുണ്ട് അല്ലേ മോളെ? സിനിമാ നടനെ പോലെയുള്ള സ്വന്തം മോനെ മാത്രമേ അമ്മ ഈ വീഡിയോ കാണുന്നുള്ളൂ. വേറെ ആരെയും ഇതിൽ കാണുന്നില്ലേ? എല്ലാരും ഉണ്ടല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് കത്തിയില്ല. എന്റെ അമ്മയുടെ പൊന്നുമോൻ വെറും ഉടായ്പാന്ന് ഞാൻ പറയാറില്ലേ? അത് 100% സത്യാന്ന് തെളിയിക്കുന്ന വീഡിയോ ആണിത്. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടൻ 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. എവിടെ പോവാന്ന് അമ്മയോട് പറഞ്ഞത്? അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യന്റെ നാട്ടിലേക്ക്. ആ പയ്യന് പെണ്ണ് കാണാൻ. ഏത് പയ്യന്? അതെനിക്കറിയില്ല. അമ്മയ്ക്ക് പരിചയമില്ലാത്ത പയ്യനെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടോ? എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് വെച്ച് എടുത്ത വീഡിയോ ആണിത്. ഗ്രാമത്തിൽ നിന്ന് വന്ന ആരാ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്നത്? അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. പാർവതി. പാർവതി. അവളുടെ നാട്ടിൽ വെച്ച് എടുത്തതാ ഇത്. എന്ന് വെച്ചാ കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോവാന്ന് അവൻ അമ്മയോട് പറഞ്ഞത് കള്ളവാ. അവൻ പോയതേ പാർവതിയുടെ നാട്ടിലേക്കാ. അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാനൊരു 1000 അല്ല 1,00,000 തവണ അമ്മയോട് പറഞ്ഞതാ. അമ്മ കേട്ടില്ലല്ലോ. അവനെ ഉടായ്പെന്ന് വിളിച്ചാ പോരാ, ഉടായ്പിന്റെ രാജാവെന്ന് വിളിക്കണം. പ്രിയ. ഉടായ്പേ. എടാ പ്രിയ. അവന് നല്ലോണം കിട്ടും. എന്നോട് പോലും പറയാതെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കുമല്ലേ. കിട്ടണോ അവന്? അമ്മേ, ലഞ്ച് ബോക്സ് എടുത്തു വെച്ചോ. നിന്നോട് ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ അവനെ ഇഷ്ടപ്പെട്ടോ? അതൊക്കെ വന്നിട്ട് പറയാമേ. ജോലിക്ക് പോകാൻ സമയമായി. അമ്മ കഴിക്കാൻ എടുത്തു വെക്കേ. എടി, ലഞ്ച് ബോക്സ് എടുത്തു വെക്കേ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. പെണ്ണിനെ അവന് ഒരുപാട് ഇഷ്ടമായി. ഒരുപാടെന്ന് പറഞ്ഞാ ഒരുപാട്. പെണ്ണിന്റെ വീടും ചുറ്റുപാടും ഒക്കെ എങ്ങനെ? വലിയ പണക്കാരാണോ? പണക്കാരൊന്നും അല്ല. കുടുംബത്തില് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടുകാരൻ നല്ലവരാ, നല്ല സ്നേഹമുള്ളവരാ. എന്താ പെണ്ണിന്റെ പേര്? പേര് പേര് എന്താ പേര് പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അല്ല, അവളുടെ നാടോ? അതും മറന്നുപോയോ? അത് പാർവതി എന്നല്ലേ? കറക്റ്റ് അമ്മേ. അത് അമ്മ എന്തേ കാണിച്ചത്? കള്ളം പറഞ്ഞ വഴക്ക് പറഞ്ഞ പോരെ. അമ്മ എന്തിനാ തല്ലിയത്? നീ മിണ്ടാതിരിക്കണേ. എന്തറിഞ്ഞിട്ടാ നീ ചേട്ടന്റെ വക്കാലത്ത് പിടിക്കുന്നേ? അമ്മയോട് ഈ കള്ളക്കഥ പറയുമ്പോ ഒട്ടും മനസാക്ഷിക്കൊത്ത് തോന്നിയില്ല നിനക്ക്? ഒരാൺകുട്ടിയല്ലേ, അതിന്റേതായ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ ഉണ്ടാവുന്നേ ഞാൻ കരുതിയുള്ളൂ. അമ്മയെ പോലും മണ്ടിയാക്കാനുള്ള കാഞ്ഞ ബുദ്ധി നിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പാർവതിയുടെ കൂടെ ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നു. അമ്മയോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? പറഞ്ഞ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നോണ്ട്. അത് നിനക്ക് അറിയാല്ലേ? നീ അവളുടെ നാട്ടിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും എന്നോട് കള്ളം പറഞ്ഞ് നീ എന്തിനാ അവളുടെ നാട്ടിൽ പോയത്? അതമ്മേ, അവളുടെ നാട്ടിൽ ഉത്സവം, കൈലാഷ് സാറും എല്ലാരും പോകുമ്പോ എനിക്ക് മാത്രം അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാൻ അവളുടെ നാട്ടിൽ പോയിന്ന് വെച്ച് എന്ത് കുഴപ്പം വരാനാ? അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ എന്നെ ചോദ്യം ചെയ്യൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. അമ്മയോട് കള്ളം പറയാൻ നിനക്ക് ഒരു മടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഇനി ഇത് ആവർത്തിക്കുമെന്ന് എനിക്കറിയാം. തുളസി ഈ വീട്ടിൽ മരുമകളായി വന്നാലേ ഇതിനൊരു അവസാനം ഉണ്ടാവും. നിന്റെയും തുളസിയുടെയും കല്യാണം എത്രയും വേഗം നടത്തണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നീ എന്നോട് മിണ്ടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മേ, അമ്മേ.
സോറി ഏട്ടാ, ഞാനൊരു തമാശക്ക് ചെയ്തതാ. അത് ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. എന്താടാ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ? പാറുവിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? ഓടാ, അതൊന്നുമല്ല. പിന്നെ എൻ്റെ അമ്മ എന്നെ അടിച്ചു. അമ്മ നിന്നെ അടിച്ചു എന്നോ? അല്ല, നിന്റെ അമ്മ നിന്നെ അടിക്കണമെങ്കിൽ അത്രയ്ക്കും വലിയ എന്തോ ഒരു കുരുത്തക്കേട് നീ ഒപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആന്റി നിന്നെ അടിക്കില്ല. അല്ല, നമ്മൾ പാറുവിൻ്റെ നാട്ടിൽ ഉത്സവം കൂടാൻ പോയത് അമ്മ അറിഞ്ഞു. അപ്പോ ആന്റിയോട് പറയാതെയാണോ നീ ഞങ്ങളോടൊപ്പം വന്നത്? ആ ഗോഡൌൺ പ്രശ്നം അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നോടും പാറുവിനോടും അമ്മയ്ക്കതിൽ നല്ല നീരസവുമുണ്ട്. പാറുവിൻ്റെ നാട്ടിൽ ഉത്സവത്തിന് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ പോയി ചോദിച്ചാൽ അമ്മ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു ഫ്രണ്ടിനെ പെണ്ണ് കാണാൻ പോകുന്നെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത്. അത് അമ്മയ്ക്ക് മനസ്സിലായി. സാരയില്ല, കള്ളം പറഞ്ഞല്ലേ അടിച്ചത്. മക്കള് പോത്തുപോലെ വളർന്നാലും കള്ളം പറഞ്ഞ അമ്മമാര് തല്ലും. അത് ദൈവം അമ്മമാർക്ക് മാത്രം അനുവദിച്ചു കൊടുത്ത ഒരവകാശമാണ്. അമ്മ തല്ലിയതിലല്ല എൻ്റെ വിഷമം. പിന്നെ എപ്പോൾ വഴക്ക് പറഞ്ഞാലും നിന്റെയും തുളസിയുടെയും കല്യാണം നടത്താൻ പോവാണെന്ന് പറഞ്ഞ അമ്മ വഴക്ക് അവസാനിപ്പിക്കുക. ഇന്നും അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പക്ഷേ എന്നും പറയുന്ന പോലെ അല്ല, സീരിയസ് ആയിട്ടാ അമ്മ പറഞ്ഞത്. അപ്പച്ചിയും മാമനെയും ഫോണിൽ വിളിച്ച് അമ്മ ഇപ്പൊ കല്യാണക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കമ്പനിയിൽ പുതിയൊരു CC ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം. ഞാൻ എൻ്റെ ടെൻഷൻ പറയുമ്പോൾ നീ CCTV ക്യാമറയെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ CC ക്യാമറ ഒരിടത്ത് ഫിക്സ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതല്ല, ആൾക്കാർക്കിടയിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും, സകലതും ഒപ്പിയെടുക്കും. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നോക്കണം അങ്ങോട്ട്. തുളസി എനിക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയോട് എനിക്ക് പറയാനും കഴിയില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ കൂടുതൽ ആലോചിക്കുകയൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ആദ്യം പാറുവിൻ്റെ അടുത്തെ നീയാണ് അവളുടെ ഗന്ധർവനെന്ന് പറയണം. എന്നിട്ട് അവളുടെ മുന്നിൽ നീ നിന്റെ മനസ്സ് തുറക്കണം. അവൾ ഓക്കെ പറഞ്ഞാലെന്നല്ല, ഓക്കെ പറയും. എനിക്കത് ഉറപ്പാ.